ശബരിമലയിൽ വ്യാപകമായ മോഷണമാണ് നടന്നിരിക്കുന്നത്. ഇത് ഹൈക്കോടതി വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിലയിരുത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ചിലരുടെ അറസ്റ്റ് എത്രയും പെട്ടെന്നുണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. പ്രതികളുടെ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുകയാണ് കോടതി. പഴയ സ്വർണ്ണപ്പാളികളിൽ സ്വർണം കൂടുതലും സ്വർണം പൂശി എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ സ്വർണം കുറവുമാണ് എന്നുള്ളതാണ് ശാസ്ത്രീയമായി തെളിഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ ചോദ്യം ചെയ്ത് വിട്ടവരെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യും എന്നുറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായി കോടതി അത് പറഞ്ഞിരിക്കുകയാണ്. ആകെയുള്ളത് ഇതുവരെ കണ്ടെത്തിയത് 16 കുറ്റവാളികളാണ്. അതിൽ 11 പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ഇനി 5 പേർ അറസ്റ്റിലാകാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ആ 5 പേർ ഇന്നും നാളെയുമൊക്കെയായി അറസ്റ്റിലാകും എന്നാണ് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത്. അതായത് ചോദ്യം ചെയ്ത് വിട്ടയച്ച മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ ദേവസ്വം അധ്യക്ഷൻ PS പ്രശാന്തും ഏതു നിമിഷവും അറസ്റ്റിലാകുമെന്നുള്ള വ്യക്തമായ സൂചന നൽകിയിരിക്കുകയാണ് കോടതി. ഇനി അവരെ കൂടാതെ പുറത്തുള്ളവരിൽ പ്രതികളുണ്ടോ എന്നുള്ളതും സംശയമുണ്ട്. അയ്യപ്പന്റെ സ്വർണം കട്ടവർ പലരും പുറത്ത് വിലസുന്നു എന്ന തരത്തിലും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ SIT സൃഷ്ടിക്കുന്നു എന്നുമുള്ള വിശ്വാസികളുടെ പ്രശ്നങ്ങൾ അവർ ഇളകിമറിയുമെന്നൊരു സാഹചര്യം ഉറപ്പിച്ച ഹൈക്കോടതി കർശനമായ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ മാറ്റിയിട്ടുണ്ട് എന്ന സംശയം പ്രകടിപ്പിച്ച കോടതി SITക്ക് സുപ്രധാനമായ നിരവധി നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. PS പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തെ എല്ലാ ഇടപാടുകളും അന്വേഷിക്കാൻ നൽകിയ നിർദ്ദേശമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതു നിമിഷവും ഒരു പ്രാവശ്യം ചോദ്യം ചെയ്ത് വിട്ടയച്ച പ്രശാന്ത് അറസ്റ്റിലേക്ക് നീങ്ങും എന്നുള്ളതിൻ്റെ സൂചനയും ലഭിക്കുന്നു. പ്രധാന പ്രതികളുടെ എല്ലാം അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ശബരിമലയിൽ വീണ്ടും പരിശോധന നടത്താൻ SITക്ക് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. അവർ അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാതിൽപ്പാളി അടക്കം അളക്കാനും പരിശോധിക്കാനുമാണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. ഇനി ഫെബ്രുവരി 9 വീണ്ടും കേസ് പരിഗണിക്കുമ്പോഴേക്കും കള്ളന്മാരുടെ കയ്യിൽ മുഴുവൻ ചങ്ങല വീഴണമെന്ന വ്യക്തമായ സൂചനയാണ് കോടതി നൽകിയിരിക്കുന്നത്. ശബരിമലയിൽ നടന്നത് വൻ കൊള്ളയാണെന്നും വെറും തന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മാത്രം അറിഞ്ഞാൽ പോരാ, മന്ത്രി അറിയാതെ ഇതൊന്നും നടക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞ നിരീക്ഷണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 5 പേർ ഇനിയും പുറത്ത് ബാക്കി നിൽക്കുന്നതിൽ 2 പേര് CPMന്റെ ഏറ്റവും ഉന്നതരും ഒരാൾ മന്ത്രിയും ഒരാൾ ദേവസ്വം പ്രസിഡന്റുമാണ് എന്നതിൽ പാർട്ടി ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. സർക്കാരിന്റെ ചെലവിൽ പാവങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് CPMുകാർ ഇപ്പോൾ വീട് കയറി വിശദീകരണം നടത്തുന്ന സമയമാണ്. ഈ വേളയിൽ അയ്യപ്പന്റെ സ്വർണം കട്ടതിന്റെ പേരിൽ പ്രമുഖ നേതാക്കളിൽ 2 കൂടി അറസ്റ്റിലായാൽ ആ വീട് കയറിയുള്ള പ്രചരണം അങ്ങ് നിർത്തേണ്ടി വരും CPMന്. ഇനി കടകംപള്ളിയുടെയും PS പ്രശാന്തിന്റെയും അറസ്റ്റ് ഇല്ലാതെ രക്ഷയില്ല എന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം സ്വർണ്ണക്കൊള്ള മാത്രമല്ല, സ്വർണ്ണപ്പാളി തന്നെ മാറ്റിയോ എന്നടക്കമുള്ള സംശയം ബലപ്പെടുന്നതാണ് പരിശോധനാ റിപ്പോർട്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞു. അതായത് മോഷണത്തിന്റെ വ്യാപ്തി കൂടിക്കൂടി വരുമ്പോൾ അറസ്റ്റിന്റെ വ്യാപ്തിയും കൂടിയേ മതിയാകൂ. ഇനി എന്ത് വർഗീയം പറഞ്ഞു നടന്നാലും, സംഘപരിവാറിനേക്കാളും വർഗീയം പറഞ്ഞു തുള്ളിയാലും, ഹൈന്ദവാചാരങ്ങളുടെ ഏറ്റവും മഹനീയ സ്ഥാനത്ത് നിൽക്കുന്ന അയ്യപ്പന്റെ തന്നെ സ്വർണം കട്ടുകൊണ്ടുപോയവർ മുഴുവൻ നേതാക്കളാണ് എന്നതും വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകുമ്പോൾ ഈ വർഗീയതയെല്ലാം വീട്ടിലിരുന്ന് പറയാം ഇനി വെള്ളാപ്പള്ളിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും.